ഇത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മകൻ തന്നൊരു ഓർഡറായിരുന്നു. അങ്ങ് നന്നായിട്ട് പരത്തി ഉണ്ടാക്കിയേക്കണം. അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കാനും പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ മമ്മിയുടെ ആണെങ്കിലും കൊച്ചുമക്കൾക്കാണല്ലോ കേക്ക് കഴിക്കാൻ താല്പര്യം. എന്നാലും മമ്മിയുടെ ബർത്ത്ഡേക്ക് 75 വയസ്സുള്ള മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ, അങ്ങ് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ബർത്ത്ഡേ ഒന്നും ആരും ഓർക്കാറുമില്ല, സെലിബ്രേഷൻ നടത്താറുമില്ല. പക്ഷേ ഇപ്പോൾ മക്കൾ പേരൻസിൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ ബർത്ത്ഡേ ഓർത്തിരുന്ന് നാട്ടിലില്ലേലും അവർ വെളിയിലാണെങ്കിലോ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കേക്ക് വാങ്ങിക്കാനും അത് എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കട്ട് ചെയ്യാനും പിന്നെ പേരൻസിന് അത് വളരെ സന്തോഷമാകുന്നു ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നുമാണ്. ഇപ്പോൾ ഇവിടെ മോൻ നാട്ടിലുണ്ട് താനും, വെളിയിലൊക്കെ ഉള്ള മക്കളൊക്കെ വന്നപ്പോഴേ എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ഇവർ വാങ്ങിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല, കുറച്ച് പൂക്കളൊക്കെ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ കുറച്ച് റോസ് ഫ്ലവർ 3 റോസ് ഫ്ലവറാണ് ഉണ്ടാക്കി വെച്ചത് ക്രീം കൊണ്ട്. പിന്നെ 4 സൈഡിലും കാരമൽ സോസ് ഒഴിച്ചു കൊടുത്തു. ക്രീം കളർ കൊണ്ട് ചുവട്ടിലും ടോപ്പിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു നോസിൽ വർക്ക് കൊടുത്തു, അതും പിങ്ക് കളറിൽ. എങ്ങനെയുണ്ട്? പിന്നെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ എന്ന് മമ്മീന്ന് ആദ്യമേ തന്നെ ഒരു ഡിസൈനിൽ എഴുതി കൊടുത്തായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.